കോഴഞ്ചേരി തിരുവനന്തപുരം KSRTC ബസ്സും ജീവനക്കാരുമില്ലാതെ ഞങ്ങൾക്കെന്താഘോഷം എന്നാണ് കോഴഞ്ചേരി നിവാസികൾ ചോദിക്കുന്നത്. ക്രിസ്തുമസ് രാവിൽ ക്രിസ്തുമസ് പാപ്പയും കരോൾ സംഘവും ഏറെ നേരം കാത്തുനിന്നാണ് കോഴഞ്ചേരിയുടെ സ്വന്തം സ്റ്റേ ബസിനെ സ്വീകരിച്ചത്. ഓണം, ക്രിസ്തുമസ് എന്നിങ്ങനെ ആഘോഷം ഏതായാലും കോഴഞ്ചേരിക്കാർ അത് കളറാക്കും. 1-2 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ചെറിയ പഞ്ചായത്താണ് കോഴഞ്ചേരി എങ്കിലും സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ മേഖലകളിലെല്ലാം കോഴഞ്ചേരി ഏറെ മുൻപന്തിയിലാണ്. പള്ളിക്കാര്യമായാലും പള്ളിയോടത്തിന്റെ കാര്യമായാലും ജാതിമത ഭേദമന്യേ കോഴഞ്ചേരി ഒറ്റക്കെട്ടാണ്. ആഘോഷപ്രിയരായ കോഴഞ്ചേരി നിവാസികൾ സത്കാരപ്രിയരുമാണ്. കോഴഞ്ചേരിയിലെ ഏക സ്റ്റേ ബസ്സായ കൊല്ലം ഡിപ്പോയിലെ തിരുവനന്തപുരം കോഴഞ്ചേരി റൂട്ടിലോടുന്ന KSRTC ബസ്സിനെയും ഇതിലെ ജീവനക്കാരെയും എന്നും കോഴഞ്ചേരി നിവാസികൾ തങ്ങൾക്കൊപ്പം ചേർത്തു നിർത്തും. ബസ്സിലെ സ്ഥിരം യാത്രക്കാരെയും ജീവനക്കാരെയും ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. ഇതിൽ ബസിന്റെ യാത്രയുടെ വിശദാംശങ്ങൾ സദാ അപ്ഡേറ്റ് ചെയ്യും. ജീവനക്കാരുടെ താമസം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും കോഴഞ്ചേരി നിവാസികൾ അതീവ ശ്രദ്ധ പുലർത്താറുണ്ട്. കോവിഡ് കാലത്ത് നിലച്ചുപോയെങ്കിലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കോഴഞ്ചേരി നിവാസികൾ സമ്മർദ്ദം ചെലുത്തി ബസ് സർവീസ് പുനരാരംഭിച്ചു. ഇന്നലെ രാത്രി 9ഓടെ കോഴഞ്ചേരിയിലെത്തിയ ബസിനെ കരോൾ ഗാനങ്ങളുടെ അകമ്പടിയോടെ അണിയിച്ചൊരുക്കി സ്വീകരിച്ചു. ജീവനക്കാർക്ക് ക്രിസ്തുമസ് സമ്മാനങ്ങളും നൽകി. ഓണക്കാലത്തും കോഴഞ്ചേരിയുടെ സ്വന്തം സ്റ്റേ ബസിനെ ഉൾപ്പെടുത്തി വിപുലമായ ആഘോഷങ്ങളാണ് കോഴഞ്ചേരി നിവാസികൾ ഒരുക്കുന്നത്. ഇവിടെ ആഘോഷങ്ങൾക്കെന്നല്ല ഒരു കാര്യത്തിലും ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ല. കോഴഞ്ചേരിയിൽ മാത്രമെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ കോഴഞ്ചേരി നിവാസികൾ ഒരു ചെറു പുഞ്ചിരിയോടെ പറയും, ഇവിടെ ഇങ്ങനെയാണ് ഭായി. സ്റ്റേ സർവീസ് ഉൾപ്പെടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സർവീസാണ് കൊല്ലം കോഴഞ്ചേരി. അതിൽ ഈ സ്റ്റേ റൂമിലും എല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല യാത്രക്കാരാണ്, നല്ല സമീപനമാണ്. അതുകൊണ്ട് ഞാൻ ഈ സർവീസുകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് കൊല്ലം കോഴഞ്ചേരി.